നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. രാഹുവും അതുപോലെ തന്നെ വ്യാഴവും ശനിയും ഒരുമിച്ച് അനുഗ്രഹം തരുന്ന രാശിക്കാരൊക്കെയാണ്, അതാണ് ഇതിൽ പറയുന്നത്. ഈ ഇത് പറയുന്ന കാലയളവെന്ന് പറയുന്നത്, വ്യാഴം നിങ്ങൾക്കറിയാം ഡിസംബർ 5-ന്, അതായത് 2025 ഡിസംബർ 5-ന് വൈകിട്ട് 5:26 PM മിഥുനം രാശിയിലേക്ക് വരും. കൂടാതെ ശനിയും രാഹുവും അനുകൂലം തന്നെ ഇപ്പോഴും ഈ ഡിസംബർ 5-നും. അതുകൂടാതെ ഈ ഡിസംബർ 5-ന് മിഥുനം രാശിയിലേക്ക് വരുന്ന വ്യാഴം 2026 ജൂൺ 2-ന് വെളുപ്പിന് 1:48 AM മാറുന്നു, കർക്കിടകം രാശിയിലേക്ക് വീണ്ടും വരും. അപ്പോൾ ഈ കാലയളവിൽ, അതായത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഡിസംബർ 5 തൊട്ട് 2026 ജൂൺ 2 വരെ വ്യാഴം മിഥുനം രാശിയിൽ നിൽക്കുന്നു. ഈ കാലയളവിൽ ശനി മീനം രാശിയിലും സർപ്പമാതാവ് രാഹു കുംഭൻ രാശിയിലും നിൽക്കുന്നു. അപ്പോൾ ഇത് മൂന്നും ഒരുമിച്ച് അനുകൂലമായിട്ട് വരുന്ന കൂട്ടത്തിൽ പറയട്ടെ, ഇതിൻ്റെ കൂടെ ശിഖി അഥവാ കേതുവും ഈ പറഞ്ഞ രാശികൾക്കൊക്കെ അനുകൂലമായിരിക്കും. അപ്പോൾ ഇത് എല്ലാം കൂടി 4, അതായത് ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന വ്യാഴം, ശനി, കേതു, രാഹു, ഇത് 4ഉം ഒരുമിച്ച് അനുകൂലമായിട്ട് ഈ ഡിസംബർ 5 തൊട്ട് 2025 ഡിസംബർ 5 തൊട്ട് 2026 ജൂൺ 2 വരെ അനുകൂലമായിട്ട്, ഇത് 4ഉം അനുകൂലമായിട്ട് ഒരുമിച്ച് അനുഗ്രഹം ചൊരിയുന്ന രാശികൾ ഏതൊക്കെയാണെന്നാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇതൊക്കെ പറഞ്ഞു തരുന്നതിന്, ജ്യോതിഷം പറയുന്നതിന് ദക്ഷിണ കൊടുക്കുന്ന ആചാരമുണ്ട്. അത് പണമായിട്ട് ഞങ്ങൾ ചോദിക്കുന്നില്ല, പകരം ഞങ്ങളുടെ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നേരത്തെ സബ്സ്ക്രൈബ് ചെയ്തവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പുതിയൊരു പരിപാടി യൂട്യൂബ് തുടങ്ങിയിട്ടുണ്ട്, ഹൈപ്പ് ചെയ്യുക. ഓക്കെ, ആ സംവിധാനമുള്ളവർ ഹൈപ്പും ചെയ്യുക, റിക്വസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, കൂടാതെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞങ്ങളുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഞാൻ മറുപടി പറയാം. ദയവേത് ഫോൺ വിളിക്കരുത്, അതിന് പകരം വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യുക. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ, അപ്പോൾ ഈ 4 ഗ്രഹങ്ങളെന്ന് പറയുമ്പോൾ രാഹുവും കേതുവും ഗ്രഹങ്ങളല്ല, നിഴൽ ഗ്രഹങ്ങളാണ്. എന്തായാലും ഇത് പറയാൻ എളുപ്പത്തിന് വേണ്ടി 4 ഗ്രഹങ്ങളും ഒരുമിച്ച് അനുഗ്രഹം തരുമ്പോൾ എന്തൊക്കെ അനുഗ്രഹങ്ങൾ നേടാം, കിട്ടാം, പ്രതീക്ഷിക്കാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്കറിയാം, വ്യാഴം സർവ്വവിധ സൗഭാഗ്യം തരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഒരു മനുഷ്യന് ആവശ്യമുള്ള എല്ലാ ഭൗതിക സുഖങ്ങളും നിങ്ങൾക്ക് തരുന്ന ഗ്രഹമാണ് വ്യാഴം. വീട്, വാഹനം, ആഹാരസൗഖ്യം, ശയനസൗഖ്യം, ആഭരണം, വസ്ത്രം, പിന്നെ സുഹൃത്ത് ബന്ധങ്ങൾ, എല്ലാം, വിവാഹം, എല്ലാം, ഇതെല്ലാം തരുന്ന, ഭൗതിക സുഖങ്ങളെല്ലാം തരുന്ന ഗ്രഹമാണ് വ്യാഴം. എല്ലാ തരത്തിലുള്ള വിവിധ സ്രോതസ്സിൽ നിന്ന് ധനവരവും ഉണ്ടാവും. പിന്നെ ശനി, സർവകാര്യ വിജയം,
അതായത് നിങ്ങൾ ഏർപ്പെടുന്ന ഏത് കാര്യത്തിനും ഒരു വിജയസാധ്യത എപ്പോഴും ഉണ്ടാവും, ശനി അനുകൂലമായ. ഓക്കെ, പ്രതികൂലമായ അതിനനുസരിച്ചുള്ള പണിയും വേറെ കിട്ടും. എന്തായാലും ഇവിടെ അനുഗ്രഹം കിട്ടുന്ന കാര്യമല്ലേ പറയുന്നത്. അപ്പോൾ ഈ ശനി അനുകൂലം ആയാൽ സർവകാര്യ വിജയം. ഓക്കെ, പിന്നെ തീർച്ചയായിട്ടും രാഷ്ട്രീയ, സാമൂഹ്യ, പൊതുരംഗങ്ങളിലെല്ലാം ഉയർച്ചയുണ്ടാവും, ജനങ്ങളുടെ അംഗീകാരം കിട്ടും. പിന്നെ ശനി പവർഫുള്ളാകുമ്പോൾ ശശമഹായോഗം എന്ന് പറയുന്ന യോഗം വരും. അപ്പോൾ അത് ഇപ്പോൾ രാശിഫലത്തിലില്ല എങ്കിലും ഒരാളുടെ ഗ്രഹനിലയിൽ ശശമഹായോഗം ഉണ്ടെങ്കിൽ കാര്യമായിട്ട് നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ വിവാദങ്ങളിൽ പെടും. അങ്ങനൊരു പ്രശ്നമുണ്ട് ഈ ശശമഹായോഗത്തിന്. ശനിയൊക്കെ ഭയങ്കരമായിട്ട് പവർഫുൾ ആവുകയാണെങ്കിൽ ശത്രുക്കളുടെ എണ്ണം കൂടും. ശത്രുക്കളുടെ എണ്ണം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് എതിർക്കപ്പെടേണ്ട എന്തോ ഒന്ന് നിങ്ങൾക്കുണ്ടായത് കൊണ്ടാണ് ശത്രുക്കളുണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏറ്റവും കൂടുതൽ ശത്രുക്കളുള്ള മനുഷ്യനാണ് ഏറ്റവും ശക്തനായ മനുഷ്യൻ എന്ന് ഞാൻ പറയാറുണ്ട്. അപ്പോൾ അവിടെ വിവാദങ്ങളൊക്കെ പ്രതീക്ഷിക്കണം. ശനി നല്ല രീതിയിലൊക്കെ നിൽക്കുകയാണെങ്കിൽ. അത് ഈ ഇറച്ചിക്കറി ഞാൻ ഉൾപ്പെടെ എല്ലാവരും കഴിക്കും. പക്ഷേ ഇറച്ചിക്കറിക്ക് ഇച്ചിരി എരിവുണ്ടാവും. ഓക്കെ, ഏതാണ്ട് അതുപോലെ ശശമായോഗമൊക്കെ ഉള്ളവർക്ക് ഈ വിവാദങ്ങളുടെ എരിവ് ഉണ്ടാവും ലൈഫിൽ. അതുപോലെ തന്നെ വേറെ ഒരെണ്ണമുണ്ട്, ചക്രവർത്തി യോഗം, നീചഭംഗ രാജയോഗം. അതും ഇതുപോലെ ഇറച്ചിക്കറി പോലെ ഇച്ചിരി എരിവൊക്കെ കാണും. അത് തന്നെ ശശമഹായോഗവും ചക്രവർത്തി യോഗവും കൂടെ ഉണ്ടായാലോ, ഒരുമിച്ച് ഒരാൾക്ക് വന്നാലോ, പിന്നെ വിവാദങ്ങൾ തൊടുന്നതും പിടിക്കുന്നതും ഒക്കെ വിവാദമാവും. ഒന്ന് തല ചൊറിഞ്ഞാൽ പോലും വിവാദമാവും. ഓക്കെ, വിവാദങ്ങളൊക്കെ ശ്രദ്ധിച്ചോളാം. ശനിയൊക്കെ ഭയങ്കര പവർഫുള്ളായിട്ടൊക്കെ നിൽക്കുമ്പോൾ അതൊക്കെ അതിൻ്റെ കൂട്ടത്തിലുള്ളതാണ്. അതുപോലെ തന്നെ സാങ്കേതിക മികവ് കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച്, വിസ്മയങ്ങൾ സൃഷ്ടിച്ച് നിങ്ങൾക്ക് നേട്ടങ്ങൾ കൊയ്യാനാവും. സാങ്കേതിക രംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ സാങ്കേതിക രംഗമാണ്. ഓക്കെ, അതുപോലെയൊക്കെയുള്ള രംഗങ്ങളിലൊക്കെ നേട്ടം ഉണ്ടാവും. പിന്നെ രാഷ്ട്രീയം, പൊതുരംഗം ഒക്കെ നിങ്ങൾക്ക് നേട്ടങ്ങൾ നേടാൻ പറ്റുന്ന സമയമായിരിക്കും. പിന്നെ സർപ്പം അഥവാ രാഹു, പൂർവികരുടെ അനുഗ്രഹം ലഭിക്കും. ഓക്കെ, അതിൻ്റെ കൂടെ ഇവിടെ സർപ്പം നിൽക്കുന്നത് കുംഭൻ രാശിയിൽ, ശനിയുടെ സ്വക്ഷേത്രമായ കുംഭൻ രാശിയിലാണ്. അപ്പോൾ ഈ സർപ്പത്തിനും രാഹുവിനും കേതുവിനും ഒന്നും സ്വന്തമായിട്ട് സ്വക്ഷേത്രങ്ങളില്ല. അത് എവിടെ നിൽക്കുന്നോ ആ രാശിയുടെ അധിപൻ്റെ സ്വഭാവമായിരിക്കും അയാൾ കാണിക്കുന്നത്, ഈ സർപ്പം രാഹു. ഇപ്പോൾ ഇവിടെ ശനിയുടെ തന്നെ അതിശക്തമായ രാശിയായ കുംഭൻ രാശിയിലാണ് സർപ്പം നിൽക്കുന്നത്. അപ്പോൾ സ്വക്ഷേത്ര ബലവാനായ എന്ന് പറയുക, ശനിയുടെ സ്വക്ഷേത്രം കുംഭവും മകരവുമാണല്ലോ. അപ്പോൾ അതിൽ തന്നെ കൂടുതൽ പവർഫുള്ള് ശനി വരണമെങ്കിൽ കുംഭൻ രാശിയിൽ തന്നെ നിൽക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ കുംഭൻ രാശിയിലാണ് രാഹു കയറി നിൽക്കുന്നത്. അപ്പോൾ പുള്ളിയുടെ സ്വഭാവം ഈ സ്വക്ഷേത്ര ബലവാനായ, അതും കുംഭൻ രാശിയിൽ നിൽക്കുന്ന സ്വക്ഷേത്ര ബലവാനായ ശനിയുടെ സ്വഭാവമായിരിക്കും സർപ്പം കാണിക്കുന്നത്. ഇച്ചിരി വിഷം കൂടുതലായിരിക്കും. പരമാവധി ഒക്കെ പവർഫുൾ. എനിക്ക് തോന്നിയിട്ടുണ്ട് രാശികളിൽ വെച്ച് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള രാശി എന്ന് പറഞ്ഞാൽ കുംഭൻ രാശിയാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സർപ്പം കയറി അനുകൂലമായിട്ട് ശക്തമായിട്ടൊക്കെ നിൽക്കുമ്പോൾ എന്തൊക്കെ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം? പൂർവികരുടെ അനുഗ്രഹം, പൂർവിക സ്വത്ത് ലഭിക്കാം, അപ്രതീക്ഷിത ധനലാഭം,
ലോട്ടറി അടിക്കാം. രാഹുവൊക്കെ പവർഫുള്ളായിട്ടൊക്കെ നിങ്ങൾക്ക് ഗ്രഹനിലയിലും എല്ലാത്തിലും. അപ്പോൾ ഇത് പറയുന്നത് രാശിഫലമാണ്. രാശിഫലം പൂർണ്ണമായിട്ടും കറക്റ്റ് ആവണമെങ്കിൽ ഒന്നാമത് കർമ്മശുദ്ധി വേണം. മനസ്സിലായില്ലേ? ഗ്രഹനിലയിൽ സർപ്പം അനുകൂലമെന്നും പറഞ്ഞ് ലോട്ടറി അടിക്കുമെന്ന് പറഞ്ഞിട്ട് നടന്നിട്ട് കാര്യമൊന്നുമില്ല. പ്രധാനമായിട്ടും കർമ്മം ചെയ്യുമ്പോൾ ഈശ്വരന് ഇഷ്ടപ്പെടാത്ത ഒന്നും ചിന്തിക്കാൻ പാടില്ല, പ്രവർത്തിക്കാൻ പാടില്ല, പറയാൻ പാടില്ല. അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചെങ്കിലേ കർമ്മശുദ്ധി നമുക്ക് അവകാശപ്പെടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കർമ്മശുദ്ധി വേണം. പിന്നെ ദാനധർമാദികൾ നടത്താം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് രാശിഫലം മാത്രം നന്നായിട്ട് കാര്യമൊന്നുമില്ല, വേറെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ മന്ത്രജപങ്ങൾ, കൃത്യനിഷ്ഠ, അതുപോലെ തന്നെ ക്ഷേത്രദർശനം, കൃത്യമായിട്ടുള്ള ക്ഷേത്രദർശനം. ഓരോരുത്തരൊക്കെ അമ്പലങ്ങളിലൊക്കെ പോകുന്നത് എപ്പോഴാണെന്നറിയാം? പിക്നിക്കിന് പോകുമ്പോഴാണ് അമ്പലത്തിൽ പോകുന്നത്. മോനെ, നമുക്ക് ഇന്ന് ഞായറാഴ്ചയല്ലേ, നമുക്ക് എല്ലാവരും കൂടെ ഒരു സിനിമയ്ക്ക് പോവാം, മമ്മൂട്ടിയുടെ സിനിമ കാണാൻ പോവാം. ആരെങ്കിലും ഒരാൾ പറയാം, അത് നമുക്ക് അമ്പലത്തിലും കൂടെ കയറാം. ഓക്കെ, അങ്ങനെയൊക്കെയാണ് പിക്നിക്ക് പോകുമ്പോൾ ഓരോരുത്തർ അമ്പലത്തിൽ പോകും. അങ്ങനെയൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. ഓക്കെ, ഇതെല്ലാം ശരിയായാലും കർമ്മശുദ്ധി, സ്വഭാവം ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാകത്തില്ല. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഈ രാശിഫലം ആണിത്. ഇത് കൂടാതെ ഗ്രഹനിലയിൽ രാഹു അനുകൂലമാണ്, അല്ലെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ ഈ മഹാദശ, അന്തർദശ, ഇതെല്ലാം അനുകൂലമായിരിക്കണം. ഇതെല്ലാം കൂടെ ഒത്തുവന്നെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നടക്കത്തുള്ളൂ. ജ്യോതിഷപരമായിട്ട്, ജ്യോതിഷത്തിൽ ഇടിവെട്ട് സൗഭാഗ്യം എന്നൊക്കെ പറയും ചിലർ. പക്ഷെ അതൊക്കെ നടക്കണമെങ്കിൽ മന്ത്രജപങ്ങൾ, ക്ഷേത്രദർശനം, കൃത്യനിഷ്ഠ, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ കർമ്മശുദ്ധി, എല്ലാം ചിന്തകൾ, അതുപോലെ വാക്കുകൾ, പ്രവർത്തികൾ, ഇതെല്ലാം കൂടെ ഒത്തു വന്നാലും ഇപ്പോൾ ആകെ കൂടെ നിൽക്കുന്ന ആൾക്കാർ ശരിയല്ലെങ്കിൽ ചിലപ്പോൾ കിട്ടിയെന്ന് വരത്തില്ല. നിങ്ങൾക്ക് ഇപ്പോൾ അപ്രതീക്ഷിത നേട്ടങ്ങൾ, അത്ഭുതങ്ങളായിട്ടുള്ള നേട്ടം, വിസ്മയകരമായ, അത്ഭുതകരമായ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ. ഈ സമ്പത്തെന്ന് പറയുമ്പോൾ പണം മാത്രമല്ല, വേറെയൊക്കെ ഒരുപാട് തരത്തിലുള്ള നേട്ടങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇതെല്ലാം കൂടി ഒത്തു വരുമ്പോഴേ ഇതെല്ലാം ശരിയാവത്തുള്ളൂ. അപ്പോൾ ഇവിടെ ശനി, വ്യാഴം, സർപ്പം, കേതു, ഇതെല്ലാം ശരിയാവുമ്പോൾ ഇതെല്ലാം കൂടി ദീർഘകാലം ഒരേ രാശിയിൽ തുടർന്ന ഈ ഗ്രഹങ്ങളെല്ലാം ഒരുമിച്ച് അനുഗ്രഹം ചൊരിയുന്ന ഒരേ ഒരു രാശിയേ ഉള്ളൂ. അതിൻ്റെ കാലയളവ് ഞാൻ ഒന്നും കൂടെ പറയാം, കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 2025 ഡിസംബർ 5 മുതൽ 2026 ജൂൺ 2 വരെ ഈ പറഞ്ഞ ഫലങ്ങളെല്ലാം ഒരു രാശിക്ക് കിട്ടും, എല്ലാവർക്കും ഒന്നും കിട്ടത്തില്ല. ഓക്കെ, അത് ഏത് രാശിയാണ്? അത് തുലാം രാശിയാണ്. തുലാം രാശിക്ക് ഈ പറഞ്ഞ കാലയളവിൽ ദീർഘകാലം ഒരേ രാശിയിൽ തുടരുന്ന ഈ 4 ഗ്രഹങ്ങളും അനുകൂലമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ തുലാം രാശിക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ചിത്തിര അവസാനം 2 പാദം, ചോതി, വിശാഖ ആദ്യം 3 പാദം. തുലാം രാശിക്കാർക്ക്, തുലാം ലഗ്നക്കാർക്കും നിങ്ങളുടെ ലഗ്നം കണ്ടുപിടിക്കണം. ഇപ്പോൾ ചിങ്ങം രാശിക്കാരാണെങ്കിലും ലഗ്നം വരുന്നത് തുലാം രാശിയാണെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ ഫലം എല്ലാം കിട്ടും. അപ്പോൾ ജാതകമൊക്കെ കാര്യമായിട്ടൊന്ന്, ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവരായിരിക്കുമല്ലോ ഇതെല്ലാം കാണുന്നത്. അപ്പോൾ ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവരൊക്കെ ആദ്യം കണ്ടുപിടിക്കേണ്ട ലഗ്നം ഏതാണെന്നാണ്, രാശി, പിന്നെ അതിന് ശേഷമേ രാശി വരുന്നുള്ളൂ. ലഗ്നം, രാശി, മഹാദശ, അന്തർദശ,
അതുപോലെ ഗ്രഹങ്ങളുടെ സ്ഥിതി ഇന്ന സ്ഥാനത്ത് അതും ഇതൊക്കെ നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒരു ജ്യോതിഷനെ സമീപിച്ച് നിങ്ങൾ വ്യക്തമായിട്ട് അല്പശാസ്ത്രീയമായിട്ട് നിങ്ങൾ ജ്യോതിഷത്തിൽ താല്പര്യമുള്ളവർ അതൊക്കെ കണ്ടുപിടിച്ച് നോക്കണം. അതെല്ലാം തന്നെ തുല്യമായാലും ശരിയായാലും നേട്ടമൊക്കെ ജ്യോതിഷം അനുസരിച്ച് നേട്ടം ഉണ്ടെങ്കിലും കർമ്മശുദ്ധി വേണം. ദാനധർമാദികൾ നടത്തണം, മന്ത്രജപങ്ങൾ നടത്തണം, ക്ഷേത്ര ദർശനം നടത്തണം, മുടങ്ങാതെ കൃത്യനിഷ്ഠയോടെ. ഓക്കെ, അപ്പോൾ വെളിച്ചം ചാനലിലെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവ്വവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത ധനനേട്ടങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.